അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടിയും ചക്കയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടി റേഷൻ കടയിൽ നിങ്ങൾ വാങ്ങാണ്ടിരിക്കേണ്ട, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്ക ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ചോള പറിച്ചിട്ട് കുരുവും ഇതൊക്കെ കളഞ്ഞിട്ട് പൊളിച്ചിട്ട് 2 പൊളിയാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്ന് ആവശ്യാനുസരണം എടുത്തിട്ട് ഉണ്ടാക്കാറാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള ചക്ക എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബൗൾ ചക്ക എടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ണാക്കി എടുക്കുമ്പോൾ ഒരു ബൗൾ എത്ര ഉണ്ടോ അത്രയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ കുനിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 10-12 ചക്കയൊക്കെ ഉണ്ടാവും, ചക്കച്ചോളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ നമ്മൾ ചക്ക അളന്നെടുത്തില്ലേ, ആ അളവിൽ ഒരു പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. ആ പാത്രത്തിന് ഒരു പാത്രം വെള്ളവും ഒഴിച്ചെടുത്തിട്ട് ഈ ശർക്കര ഒന്ന് നമുക്ക് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരണം കേട്ടോ, അലിയാൻ മാത്രമല്ല ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് കൂടി വന്നോട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇതിനി ചൂടാറിയിട്ട് ചെറു ചൂടായാൽ മതി കേട്ടോ, അതുവരെ ഒന്ന് ചൂടാറട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബാക്കി നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ബൗൾ ചക്ക നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴുത്ത ചക്കയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നിറച്ചെടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂണ്. ഇനി ഇതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ളത് എടുക്കുന്നത്. അപ്പോൾ ഇതാ ചക്ക എടുത്ത പാത്രത്തിൽ തന്നെ ഒരു അര പാത്രത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അധികം റവ എടുത്തിട്ടുണ്ട്, അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ബൗള് ശർക്കര ഉരുക്കിയെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര വെള്ളം നമുക്കിത് മുഴുവൻ വേണം, നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഈ അളവിൽ തന്നെ എടുത്തിട്ട് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ അതിലേക്ക് 3 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ശർക്കര ഉരുക്കിയത് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വെള്ളമാണ് കേട്ടോ, നമ്മൾ അളന്നെടുക്കുന്ന പാത്രത്തിന് തന്നെ അളന്നെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകുമൊന്നുമില്ല. ഇനി ഇതേ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത്. നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരു ബൗള് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ അവിടെ, മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗള് എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എടുക്കുക കേട്ടോ നമ്മൾ ബൗളിന് ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഇതിന് അവിടെ ഇവിടെയും കട്ടയായിട്ട് ഇരിക്കേണ്ട, ഒന്ന് അടിച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മധുരമാകുമ്പോൾ ഒരു ലേശം ഉപ്പ് കൂടി ആകുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണൊന്നും കുറവ് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ്ടും ഉണ്ടാക്കാം, പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പളെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കിയെടുക്കണതിന് ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ ഇതിൽ ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇത് ഈ മിക്സിയിലത്തൊക്കെ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇത്രയും ലൂസിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി വെള്ളമൊന്നും അധികം പാടില്ല, നമ്മൾ ആ ശർക്കര വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത്. അപ്പോൾ കറക്റ്റ് വെള്ളമാണ്. ഇനി നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് എള്ളുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം കേട്ടോ. പിന്നെ അതെൻ്റെ കയ്യിലില്ല, ഞാൻ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വറന്ന് വരാണ്ടാവുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടാറാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ കുഴിയിൽ 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഓരോ ടീസ്പൂൺ വീതം ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം പൊന്തി വരും ഇത്. പിന്നെ നമ്മൾ ഈ എണ്ണ മാത്രം മതി കേട്ടോ, നമുക്ക് കൂടുതൽ എണ്ണയൊന്നും വേണ്ട, എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല കേട്ടോ. നമുക്കിത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഈ എണ്ണ മതിയാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾ സ്കൂളിട്ട് വരുന്ന 10 മിനിറ്റ് മുന്നേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റെസ്റ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി, ഇനി റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി ചിലവർക്ക് അത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ മേടിക്കാറില്ല. ഞാൻ മേടിക്കാറില്ല കേട്ടോ, എൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ പൊടി മേടിക്കാറുണ്ട്. ഇപ്പോൾ നല്ല പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഒരു പുറമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല ആരെടുത്തിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ. പിന്നെ ഇതേപോലെ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ചക്ക ഇല്ലയെന്ന് വെച്ചിട്ട് ചക്ക ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് വേണ്ട, ചെറുപഴം ചേർത്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് ആരും പറയില്ല. കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും. പിന്നെ നമ്മൾക്ക് ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതേപോലെ ഞാൻ ഈ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പൊറോട്ടയേക്കാൾ ടേസ്റ്റിൽ നമ്മൾ നല്ലൊരു പൊറോട്ട പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതൊന്ന് കണ്ടു നോക്കണേ. അത് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ മഴ കാരണം കറണ്ട് വന്നിട്ടും പോയിട്ടും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എടുക്കണത്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളിത് സാധാ ഉണ്ണിയപ്പം തോപ്പിനെ പോലെ തന്നെ ഇരിക്കും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക, ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മളിത് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രം നിറയെ കിട്ടും കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടി മതി നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. കണ്ടല്ലോ, നമുക്ക് ഇനി ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴി ചെറിയ കുഴിയാണ് കേട്ടോ. അപ്പോൾ അത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടാമത്തതും നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 4 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം നിറയെ കഴിക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ കറണ്ട് വന്നപ്പോഴേക്കിനും കുട്ടികളൊക്കെ കുറേ കഴിച്ചു കേട്ടോ. ഇപ്പോൾ വീണ്ടും കറണ്ട് പോയിക്കുകയാണ്. ഞാനിത് കാണിക്കാൻ വേണ്ടി കറണ്ട് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ കറണ്ട് വരുന്നത് കാണാനില്ല. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കണ്ടല്ലോ, നല്ല ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.